കോണിപ്പടി ഇറങ്ങി വരുന്ന അഞ്ജുവിനെ ദിവാകരനും ഭാര്യ സുമതിയും ദർശനും കണ്ടു. അവരുടെ മുഖത്ത് അഞ്ജു എല്ലാം കേട്ടു കാണോ എന്നുള്ള ആശങ്കയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അത് അവരാരും പുറത്ത് കാണിച്ചില്ല. അവളെ കണ്ടത് മുഖത്ത് ഒരു പഞ്ചാര ചിരി വീഴ്ത്താൻ ശ്രമിച്ചു അവർ. ആ മോളെ, എഴുന്നേറ്റോ? നീ എവിടെ പോവാനാ റെഡിയായിരിക്കുന്നേ? ദിവാകരൻ അഞ്ജുവിനോട് ചോദിച്ചു. അവൾ അതിന് ആദ്യം ഒരു ചിരിയാണ് മറുപടിയായി നൽകിയത്. എന്നിട്ട് പറഞ്ഞു, ആ അച്ഛാ, ഞാനേ എൻ്റെ കൂടെ ഒരു പെണ്ണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഓഫീസിൽ, ആവണി. ദർശനെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. അവളെ ഒന്ന് കാണാനാ. ഇനി അവൾ വഴിയേ സിവിൻ്റെ കമ്പനിക്കെതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതിനാ ഞാൻ പോകുന്നേ. അവളെ എങ്ങനെയെങ്കിലും എൻ്റെ വശത്താക്കണം, അഞ്ജു പറഞ്ഞു. അത് കേട്ടപ്പോൾ ദിവാകരൻ്റെയും ദർശൻ്റെയും മുഖത്ത് ഒരു ചിരി വിടർന്നു. അത് അഞ്ജു ശ്രദ്ധിച്ചു. അഞ്ജുവിൻ്റെ ഉള്ളിൽ അവനെ കത്തിക്കാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. എന്നാൽ അത് അവളും പുറത്ത് കാണിച്ചില്ല. എല്ലാവരും അവളുടെ മുമ്പിൽ അഭിനയിക്കല്ലേ, അപ്പം ഇവളും അഭിനയിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ അഞ്ജുവിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. മുൻപൊക്കെ തന്നെ വിട്ടുപോയ അമ്മയോട് ദേഷ്യം മാത്രമായിരുന്നു അവൾക്ക്. ആദ്യ ബന്ധത്തിലെ മകൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് തന്നെ ഒന്ന് നോക്കാതെ, തൻ്റെ കാര്യങ്ങൾ എന്താവുമെന്നറിയാതെ അമ്മ തന്നെ വിട്ടതുകൊണ്ടുപോയ അമർഷവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഇങ്ങനെയുള്ള ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആവണി അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് വരെ അമ്മയോട് വെറുപ്പ് മാത്രമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. പിന്നെ എന്തൊക്കെയായാലും തന്നെ നോക്കുന്ന അച്ഛനോടുള്ളൊരു സ്നേഹവും. പിന്നെ എല്ലാ കുട്ടികളെ പോലെ അവളും അച്ഛൻ്റെ സ്നേഹത്തിനായി കൊതിച്ചിരുന്നു. അതുകൊണ്ടാണ് ദിവാകരൻ കമ്പനിയെ ചതിക്കാൻ പറഞ്ഞപ്പോൾ അവൾ അതിന് കൂട്ടുനിന്നത്. പക്ഷേ ദിവാകരന് അവളോട് അങ്ങനത്തെ സ്നേഹമൊന്നും ഇല്ലായിരുന്നു. ആവണിയാണ് ശരിക്കും അവളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് തന്നെ. അവളുടെ ജീവിതത്തിൽ വരുന്നതിന് മുമ്പ് വരെ പബ്ബും ക്ലബും മദ്യവും മാത്രമായിരുന്നു അവളുടെ ജീവിതം. അതിലേക്ക് കുഞ്ഞു വെളിച്ചം കൊണ്ടുവന്നത് ആവണിയാണ്. ഇത്രകാലം അഞ്ജു അവളുടെ ഭാഗത്തു നിന്ന് മാത്രമാണ് ചിന്തിച്ചത്. എന്നാൽ ഇപ്പോൾ തൻ്റെ അമ്മയുടെ ഭാഗത്തു കൂടി അവൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിന് കാരണവും ആവണിയാണ്. അതുകൊണ്ടൊക്കെ തന്നെ അച്ഛനോടുള്ള സമീപനം അഞ്ജുവിന് മാറി. അവൾക്ക് അച്ഛനോട് ദേഷ്യമാണ്. അച്ഛൻ്റെ സ്വഭാവം അവൾ മനസ്സിലാക്കിയതും ഈ ദിവസത്തിലാണ്. അതായത് ആവണിയുമായി അടുത്ത് ഇടപഴകാൻ തുടങ്ങിയ ദിവസത്തിൽ. മകളുടെ സുരക്ഷിതത്വം കൂടി നോക്കാതെ അയാൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അവൾ തിരിച്ചറിയാൻ തുടങ്ങിയിരുന്നു. അതൊക്കെ അയാളെ വെറുക്കാൻ ഇടയാക്കി. പിന്നെ ആവണി എന്ന അവളുടെ സുഹൃത്തിനെ നഷ്ടപ്പെടാനുള്ള ഒരു പ്രധാന കാരണവും അവളുടെ അച്ഛനല്ലേ. അതൊക്കെ കൊണ്ട് തന്നെ ശരിക്കും അവളുടെ അച്ഛൻ്റെ യഥാർത്ഥ സ്വഭാവം എന്തെന്ന് അവൾ മനസ്സിലാക്കി. അവളുടെ ഉള്ളിൽ അയാളോടുള്ള പക നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ ശരി മോള് പോയിട്ട് പപ്പയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറ, അച്ഛൻ വെയിറ്റ് ചെയ്യാവേ, അയാൾ സ്നേഹത്തോടു കൂടി അവളെ തലോടിക്കൊണ്ട് പറഞ്ഞു. ആ എന്നാൽ ശരി അച്ഛ, ഞാൻ ഇറങ്ങുവാണേ എന്ന് പറഞ്ഞ് അവരെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ ഇറങ്ങി. അവളുടെ മനസ്സിൽ എന്തൊക്കെയോ കാര്യമായി കണക്കുകൂട്ടലുണ്ടായിരുന്നു. പക്ഷെ അത് ദിവാകരൻ തന്നെ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സുമതിയുടെ ആങ്ങള ദർശന് ആവണിയെ പോലെ തന്നെ അഞ്ജുവിനോടും ഒരു കണ്ണുണ്ടായിരുന്നു. കാരണം അഞ്ജുവും കാണാൻ കൊള്ളാലോ. പക്ഷേ അഞ്ജുവിനോട് അടുക്കുന്നത് അവൻ്റെ ശരീരത്തിന് അത്ര നല്ലതല്ല എന്നറിയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവൻ്റെ കഴുകൻ കണ്ണുകൾ അവളുടെ ശരീരത്തിൽ പതിക്കാതിരുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങി അഞ്ജു നേരെ പോയത് ആവണിയുടെ അടുത്തൊന്നുമല്ല. അവൾക്ക് ഇനി ആവണിയുടെ അടുത്ത് പോകാൻ പറ്റില്ല എന്ന് അവൾക്കറിയായിരുന്നു. അവൾ നേരെ ഗസ്റ്റ് ഹൗസിലേക്കായിരുന്നു എത്തിയത്. അവൾക്ക് സമാധാനം കിട്ടാതിരിക്കുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ അവൾ പോകുന്ന ഒരു സ്ഥലമായിരുന്നു ഗസ്റ്റ് ഹൗസ്. ഗസ്റ്റ് ഹൗസിൻ്റെ ഫ്രണ്ട് ഡോർ തുറന്ന് അവൾ അകത്ത് കയറി. അവിടെ അവൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു സെക്യൂരിറ്റി പോലും ഇല്ലായിരുന്നു. അവൾ ഉള്ളിൽ കയറി ചുമരിലെ ഫോട്ടോസുകളെല്ലാം നോക്കി. ആവണി എന്ന കൂട്ടുകാരി അവളുടെ ജീവിതത്തിൽ വന്നത് മുതൽ അവരുടെ ഇടയിൽ നടന്ന എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളും അങ്ങനെ എല്ലാം അവർ ഫോട്ടോസായി എടുത്തു വെക്കുകയായിരുന്നു. അതെല്ലാം ഫ്രെയിം ചെയ്ത് ഗസ്റ്റ് ഹൗസിൻ്റെ ചുമരുകളിൽ തൂക്കിയിട്ടുണ്ടായിരുന്നു അഞ്ജു. സത്യം പറഞ്ഞാൽ ആവണി മാത്രമായിരുന്നു അവളുടെ ആശ്വാസം. ആരും മനസ്സിലാക്കാത്ത അവളെ മനസ്സിലാക്കിയത്.
ആ ഫോട്ടോകളെല്ലാം കാണുമ്പോൾ അഞ്ജുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീർ വരാൻ തുടങ്ങി. ഇനി അതൊന്നും തിരിച്ചു വരില്ല എന്ന് അവൾക്കറിയാം. ആവണിയെ ആശ്വസിപ്പിക്കാൻ കുറേ ആളുകളുണ്ട്, പക്ഷേ അഞ്ജുവിന് അങ്ങനെ ആരുമില്ലല്ലോ. അവൾ ഒരു നിമിഷം ആ ഫോട്ടോകൾക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവൾ ഓഫീസിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ അവളുടെ ഓർമ്മയിലേക്ക് വന്നു. തന്നെ ആവണി വെറുക്കാനായിട്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത്. തൻ്റെ കൂടെ നിന്ന അവൾക്ക് ഡേവിഡിനെ നഷ്ടപ്പെടും, പിന്നെ ഒരിക്കലും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ അവൾക്കറിയായിരുന്നു. അതുകൊണ്ടാ എൻ്റെ അച്ഛനാണ് വലുത്, വേറെ ആരുടെയും സങ്കടങ്ങൾക്കൊന്നും അവൾക്ക് വിലയില്ല, എല്ലാം എൻ്റെ അഭിനയമാണ് എന്നൊക്കെ ആവണിയെ വേദനിപ്പിക്കുന്ന പോലെ അഞ്ജു പറഞ്ഞത്. അങ്ങനെയൊക്കെ അവൾ പറയുമ്പോൾ ആവണിയേക്കാൾ കൂടുതൽ അവളാണ് വിഷമിച്ചത്. കരഞ്ഞു കലങ്ങി തന്നെ നോക്കുന്ന ആവൂസിനെ കാണുമ്പോൾ അവളുടെ നെഞ്ചിൽ തന്നെ ആരോ കുത്തി ഇറക്കിയ വേദനയായിരുന്നു അഞ്ജുവിന്. അതെല്ലാം ഓർത്തിട്ട് അഞ്ജുവിന് ആകെ തല പെരിക്കാൻ തുടങ്ങി. അവൾ വേഗം ഫ്രിഡ്ജിലേക്ക് പോയി അവിടെയുള്ള ബിയർ ബോട്ടിലെടുത്ത് പൊട്ടിച്ച് കുടിച്ചു. ഒറ്റ ഇരുപ്പിന് തന്നെ അതങ്ങ് അകത്താക്കിയത് കൊണ്ട് നെഞ്ചൊക്കെ ഇരിയാൻ തുടങ്ങി അവൾക്ക്. എന്നാലും അവൾക്ക് സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല. അവളുടെ സങ്കടം കൂടുന്തോറും ബിയർ ബോട്ടിലുകളുടെ എണ്ണവും കൂടാൻ തുടങ്ങി. ഒരുതരം ഫിറ്റായ അവസ്ഥയിലെത്തി അവൾ. അപ്പോഴാണ് ഗസ്റ്റ് ഹൗസിൻ്റെ ഡോർ തുറന്നുകൊണ്ട് ഒരാൾ ഉള്ളിലേക്ക് കടന്നു വന്നത്. ദീപക്കായിരുന്നു അത്. മാഡം എന്താ ചെയ്യുന്നേ? ഇതൊക്കെ നിർത്തിയതല്ലേ? തറയിലിരുന്ന് മദ്യം കഴിക്കുന്ന അഞ്ജുവിനെ നോക്കിക്കൊണ്ട് ദീപക് ചോദിച്ചു. അവൻ്റെ സൗണ്ട് കേട്ടതും പാതി മയക്കത്തോടു കൂടി അവൾ അവനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, നീ എന്തിനാടാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? ഓ, എൻ്റെ അച്ഛൻ്റെ ജാരപ്പണിക്കാണോ? അവൾ പുച്ഛത്തോടു കൂടി ദീപകിനോട് ചോദിച്ചു. അഞ്ജു വരുന്നതിന് മുമ്പ് സിബിൻ്റെ കമ്പനിയിലെ, അതായത് നമ്മുടെ ഡേവിഡിൻ്റെ കമ്പനിയിൽ പറ്റിച്ചേർന്ന് അവൻ്റെ രഹസ്യങ്ങളെല്ലാം ചോർത്താൻ നിയോഗിക്കപ്പെട്ടത് ദീപക്. അവസാനമാണ് അവൻ ദിവാകരന്റെ പാവപ്പെട്ട വീട്ടിലെ ഒരു ചെറുപ്പക്കാരൻ. അയാൾ ചെല്ലും ചെലവും പലയിടങ്ങളിലേക്ക്, അതായത് അവൻ ഒരു അനാഥനായതുകൊണ്ട് ആരും ചോദിക്കാനൊന്നും വരില്ല, എന്ത് സംഭവിച്ചാലും എന്നൊരു ഉറപ്പ് ദിവാകരനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സിവിൻ്റെ സ്വഭാവം അറിഞ്ഞിട്ടും അവൻ്റെ കമ്പനിയിലേക്ക് ദീപക്കിനെ അയച്ചത്. അഞ്ജന ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ദീപക്കായിരുന്നു കമ്പനിയിലെ വിവരങ്ങൾ ചോർത്താൻ അവളെ സഹായിച്ചത്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ദീപക്കും അഞ്ജുവും ആവണിയോട് കാണിച്ച സ്നേഹം ആത്മാർത്ഥമുള്ളതായിരുന്നു. ഒരു കളങ്കവും ഉണ്ടായിരുന്നില്ല. അവരുടെ ആ മൂവർ സംഘമായിരുന്നു ശരിക്കും അവരുടെ ലോകം തന്നെ എന്ന് പറയാം. നല്ലോണം ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ആ സൗഹൃദം. എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി. പിന്നെ അഞ്ജുവും ദീപക്കും ആവണിയുടെ മുമ്പിൽ കീരിയും പാമ്പും ആണെങ്കിലും അവൾ അറിയാതെ അവർ തമ്മിൽ നല്ല അടുപ്പമുണ്ടായിരുന്നു. ദീപക്കും അത്ര വലിയ ദുഷ്ടനൊന്നുമല്ല, സാഹചര്യമാണ് അവനെ ദിവാകരന് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യാൻ പ്രേരിപ്പിച്ചത് തന്നെ. ഇവരുടെ ഈ വഴക്കിലും സൗഹൃദത്തിൻ്റെയും ഇടയിൽ ദീപക്കിന് അഞ്ജുവിനോട് ഒരു ചെറിയൊരു സ്നേഹം ഉണ്ടായിരുന്നു. പ്രേമം എന്ന് തന്നെ അതിനെ പറയാം. ആഗ്രഹിക്കാൻ പാടില്ലാത്തതാണെന്ന് അവൻ അറിഞ്ഞാലും അവൻ എന്തോ അവളോട് അത് പറഞ്ഞു. അവൾക്കും അത് ഇഷ്ടമായി. അങ്ങനെ ആവണിയും ദിവാകരനും അറിയാതെ അഞ്ജുവും ദീപക്കും ഒരു വീട്ടിലായിരുന്നു താമസം. ജസ്റ്റ് ലിവിങ് ടുഗദർ. എന്തിനാണോ താൻ ഇങ്ങനെ കുടിച്ച് നശിക്കുന്നേ? പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്, നമുക്കത് പരിഹരിക്കാം. മാഡം ഒന്ന് കേൾക്ക് എന്ന് പറഞ്ഞ് അഞ്ജുവിൻ്റെ കയ്യിലുള്ള ബിയർ കുപ്പി അവൻ പിടിച്ചു വാങ്ങാൻ തുടങ്ങി. നീ ആരാണ് എന്നോട് ചോദിക്കാൻ? ഞാൻ കുടിക്കും, വലിക്കും. നീ ആരാ ചോദിക്കാൻ? നിനക്കറിയോ? എനിക്ക് ആരും വേണ്ട. നിനക്കറിയോ? അഞ്ജന ദിവാകരനില്ലേ, അതായത് ഞാൻ വലിയൊരു ദുഷ്ടയാണ്, ചതിച്ചാണ്. സ്നേഹിക്കുന്നവരെല്ലാം ഞാൻ ചതിക്കും. അവർക്ക് ഒരു വിലയും കൊടുക്കില്ല. അതുകൊണ്ടാ എല്ലാവരും എന്നെ വിട്ടിട്ട് പോയത്. നിനക്കറിയോ, എന്നെ ആദ്യം വിട്ടിട്ട് പോയത് എൻ്റെ അമ്മയാ. മൂത്ത മോളെ കൊണ്ടുപോയി. എന്തുകൊണ്ട് എന്നെ കൊണ്ടുപോയില്ല? ജനിച്ചപ്പോൾ തന്നെ അവർക്ക് എന്നെ വേണ്ടായിരുന്നു. അങ്ങനെ അമ്മ പോയി. പിന്നെ അച്ഛൻ
എന്ന് പറഞ്ഞ് അവനും പോയി. ഇല്ല, ഉണ്ട്, ബട്ട് പോയ പോലെയാ. അവർക്കൊക്കെ ആവശ്യത്തിന് മാത്രം മതിയായിരുന്നു ഈ അഞ്ജുവിനെ. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ആ പിന്നെ ഒരാളുണ്ട്, ആവണിയില്ലേ അവള്, എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരേ ഒരു എൻ്റെ സുഹൃത്ത്. പക്ഷെ അവളെന്നെ വിട്ടുപോയില്ല കേട്ടാ. ഞാൻ അവളെയാ ചതിച്ചത്. അവളെ പോലെ ആത്മാർത്ഥമായിട്ട് എന്നെ ആരും സ്നേഹിക്കില്ല. ആ പിന്നെ നീ എന്തിനെൻ്റെ പിന്നാലെ നടക്കാന്ന് എനിക്കറിയാം. സ്വത്തിന് വേണ്ടിയിട്ടല്ലേ? ദിവാകരൻ്റെ ഒരു മോളെ കിട്ടിയ ആ സ്വത്തൊക്കെ നിനക്ക് കിട്ടുമല്ലോ. അതിന് നീ എന്നെ കിട്ടുമൊന്നും വേണ്ടാട്ടാ. നീ ദിവാകരനെ ചതിച്ചോ? ഞാൻ ചോദിക്കാനൊന്നും വരില്ല, അവൾ ദീപക്കിനോട് പറഞ്ഞു. അത്ര നേരം ഇതെല്ലാം കേട്ട് നിന്ന ദീപക്കിന് അവസാനം പറഞ്ഞ ആ വാക്കുകൾ അവൻ്റെ മനസ്സിൽ കൊണ്ടു. അവന് ദേഷ്യം ഇരച്ചു കയറി. കാരണം അഞ്ജുവിനെ അറിയായിരുന്നു അവൻ എത്രത്തോളം അവളെ സ്നേഹിക്കുന്നുണ്ട് എന്ന്. എന്നിട്ടും അവൾ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട്. മാഡം എന്താ പറഞ്ഞേ? പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ മാഡത്തെ സ്നേഹിക്കുന്നതെന്നോ? ഇങ്ങനെയുള്ള ചിന്താഗതി വന്നതല്ലേ അത്ഭുതമൊന്നുമില്ല. അതിനു മാത്രമുള്ള തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, പല പല തെറ്റുകൾ പൈസയ്ക്ക് വേണ്ടി. അത് പൈസ ഇല്ലാത്തവർക്കേ അറിയുള്ളൂ അതിൻ്റെ വില. പക്ഷെ ഞാൻ മാഡത്തെ കൂടെ കൂട്ടിയത്, മാഡത്തെ സ്നേഹിച്ചത് അതെല്ലാം ആത്മാർത്ഥമായി തന്നെയാണ്. അങ്ങനെ വിട്ടിട്ട് പോകാനല്ല. ഞാൻ ഒരിക്കലും വിട്ടിട്ട് പോവുകയും ഇല്ല. എനിക്ക് സ്വത്തും പണവും ഒന്നും വേണ്ട, എനിക്ക് തന്നെ മതി, എൻ്റെ അഞ്ജനയെ. അവനത് പറഞ്ഞതും അവൾ അവനെ നോക്കി. എന്നിട്ട് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് മെല്ലെ നടക്കാൻ തുടങ്ങി. ഡോ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ നിന്നെയും ചതിക്കും. ചതിക്കുന്ന വൃത്തികെട്ടവളാ ഞാൻ. സ്വയം പഴച്ചുകൊണ്ട് സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിൽ കൂടെ അവൾ നടക്കാൻ തുടങ്ങി. മദ്യലഹരിയിലായതുകൊണ്ട് അവളുടെ കാൽ നിലത്തുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. അവൾ തെന്നി തെന്നി ആ സൈഡിലൂടെ നടന്നു. അഞ്ജു, താൻ എന്താ ചെയ്യുന്നേ? താൻ ഇപ്പോൾ വീഴും, അവന് വിളിച്ചു പറഞ്ഞു. എന്നാൽ അഞ്ജു എവിടെ കേൾക്കാൻ? അവൾ നടന്നുകൊണ്ടേയിരുന്നു. വൈകാതെ തന്നെ അവള് സ്വിമ്മിംഗ് പൂളിലേക്ക് വീണു. മദ്യലഹരിയിലായതുകൊണ്ടും നീന്തൽ അറിയാത്തത് കൊണ്ടും അവൾ കൂടുതൽ മുങ്ങിത്താഴാൻ തുടങ്ങി. ദീപക് ഓടി വന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി അവളെ രക്ഷിച്ചു. അവൻ അവളെ വലിച്ചു മുകളിലേക്ക് കൊണ്ടുവന്നു. സ്വിമ്മിംഗ് പൂളിലെ വെള്ളം അത്യാവശ്യം നന്നായി തന്നെ അവൾ കുടിച്ചിട്ടുണ്ടായിരുന്നു.